ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഒരു ബ്ലൂടൂത്ത് കൺട്രോൾഡ് LED ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. ആർഡുയിനോ നാനോ നിങ്ങൾക്ക് ഏത് ആർഡുയിനോ ആണെങ്കിൽ ഉപയോഗിക്കാം. ഒരു LED, HC05 ബ്ലൂടൂത്ത് മൊഡ്യൂൾ, ജംബോ കേബിൾസ്, ബ്രെഡ് ബോർഡ്, അടുത്ത നമുക്ക് കോഡിങ്ങിലേക്ക് കിടക്കാം. കോഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോഡ് കാണാൻ സാധിക്കും. LED പോസിറ്റീവ് നിങ്ങൾ നേരെ ആർഡിനോയിലെ ഡിജിറ്റൽ പിൻ 5ലേക്ക് കണക്ട് ചെയ്യുക. ഗ്രൗണ്ട് നേരെ ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്യുക. ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ പോസിറ്റീവ് നേരെ 5 വോൾട്ടിലേക്കും നെഗറ്റീവ് നേരെ ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്യുക. അടുത്തത് നമുക്കൊരു ആപ്പിനെ പരിചയപ്പെടാം. ആ ആപ്പിൻ്റെ പേരാണ് ബ്ലൂടൂത്ത് ഇലക്ട്രോണിക്സ്. അതിലൊരു ബ്ലാങ്ക് സ്പേസ് സെലക്ട് ചെയ്തിട്ട് അതിൽ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൽ സ്വിച്ചസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്തിട്ട് ഒരു സ്വിച്ച് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ടേൺ ഓഫ് സെൻറ്റും അതൊക്കെ ഒന്ന് നോക്കി അടിച്ചിട്ട് ഇടുക. അത് നമുക്ക് കോഡിനനുസരിച്ചാണ് ഡിയും സ്മോൾ ലെറ്റർ ഡിയുമാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ബാക്ക് അടിക്കുക. എന്നിട്ട് നമ്മുടെ HC05 ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യണം. അവിടെ പെയറായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് മുമ്പ് HC05 ഒന്ന് ഓണാക്കണം. അത് ഓണാക്കി വെക്കുക. എന്നിട്ട് അത് കണക്ട് ചെയ്യുക. അപ്പോൾ കണക്ട് ചെയ്യുന്നൊരു ഓപ്ഷൻ, അതിന് ബ്ലിങ്കിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. ഓക്കെ, ബ്ലിങ്കിൻ്റെ മാറ്റം കാണാൻ സാധിക്കും. ഡൺ അടിക്കുക, എന്നിട്ട് റൺ അടിക്കുക. അതിന് മുമ്പ് നമുക്ക് TXഉം RXഉം ഒന്ന് കണക്ട് ചെയ്യാനുണ്ട്. ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ TX നേരെ ആർഡിനോൻ്റെ RXലേക്കും, ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ RX നേരെ ആർഡിനോൻ്റെ TXലേക്കുമാണ് കണക്ട് ചെയ്യേണ്ടത്. അതായത് നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ആ LED ഓൺ ആവുന്നത്. ബട്ടൺ പ്രസ് ചെയ്ത് LED ഓണായി. ഇങ്ങനെയാണ് ഗൈസ് ഒരു LEDനെ ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്ത് പ്രവർത്തിക്കുക. അതിൻ്റെ പകരമായിട്ടൊരു റിലേ ആണ് അവിടെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് AC ലൈനിൽ ബൾബ്, ഫാന്, അങ്ങനത്തെ കുറച്ച് ആംബിയർ മാത്രം എടുക്കുന്ന ഉപകരണങ്ങളൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. ഇറ്റ്സ് മീ ശ്രീനന്ദ് സൈനിങ് ഔട്ട്.